ഇനി വട്ടിയൂർക്കാവിലേക്കാണ്. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ വളരെ ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. എന്ന് മാത്രമല്ല വിഖ്യാതർ ഏറ്റുമുട്ടുന്ന മണ്ഡലം കൂടിയാണ്. വട്ടിയൂർക്കാവിൽ നിന്ന് അലക്സ് റാം മുഹമ്മദ് തത്സമയം ചേരുന്നു. അലക്സ്, എവിടെ വരെയായി കാര്യങ്ങൾ? ഗുഡ് ഈവനിങ്. പരസ്യ പ്രചാരണം, അതായത് കൊട്ടിക്കലാശം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോട്ട് മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. ത്രികോണ മത്സരത്തിന്റെ എല്ലാ ചൂടും ചൂരും ഈ മണ്ഡലത്തിൽ ഇതിനോടകം എത്തിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികളുടെ അവസാനവട്ട പാച്ചിലാണ്. വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം അത് അങ്ങേയറ്റം കൊഴുക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2011 കെ മുരളീധരൻ അന്ന് LDFന്റെ ചെറിയാൻ ഫിലിപ്പിനെ 16,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കെ മുരളീധരൻ വരവറിയിക്കുന്നത്. ഏറെക്കാലം ഇവിടെ LDFന്റെ M വിജയകുമാർ ഈ മണ്ഡലം അടക്കി ഭരിച്ചതാണ്. M വിജയകുമാറിൽ നിന്നടക്കം അല്ലെങ്കിൽ LDFിൽ നിന്നടക്കം കെ മുരളീധരൻ അത് UDFന്റെ മണ്ഡലമാക്കി മാറ്റുന്നു. 16 വീണ്ടും കെ മുരളീധരൻ ഏതാണ്ട് 7,000 വോട്ടുകൾക്ക് വീണ്ടും വിജയിക്കുന്നു. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ബൈ ഇലക്ഷനിൽ 2019 മേയറായിരുന്നു, തിരുവനന്തപുരം നഗരസഭാ മേയറായിരുന്നു VK പ്രശാന്തിനെ LDF ഈ മണ്ഡലത്തിൽ ഇറക്കുന്നതും VK പ്രശാന്ത് ഈ മണ്ഡലം ഏതാണ്ട് 14,500 വോട്ടുകൾക്ക് ഈ മണ്ഡലം പിടിച്ചടക്കുന്നതും അങ്ങനെയാണ്. അന്ന് കെ മോഹൻകുമാറിനാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 2019 ശേഷം 21 എത്തുമ്പോൾ ആ ഭൂരിപക്ഷം അത് 21,500 വർദ്ധിപ്പിച്ചാണ് VK പ്രശാന്ത് അത് LDFിനൊപ്പം നിലനിർത്തിയിരിക്കുന്നത്. UDF ആ സമയത്ത് 3ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP അവരുടെ A+ കാറ്റഗറി മണ്ഡലങ്ങളിൽ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. BJPയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് കുമ്മനം രാജശേഖരനാണ്. കെ മുരളീധരനെ എതിരിടുമ്പോൾ അന്ന് അദ്ദേഹം 2ാം സ്ഥാനത്തെത്തിയിരുന്നു. TN സീമ 3ാമതെത്തിയിരുന്നു. 40,000 മുകളിലേക്ക് വോട്ടെന്ന് അദ്ദേഹം വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ തവണയാകട്ടെ 2ാം സ്ഥാനത്ത് BJP കഴിഞ്ഞ തവണയും ഇവിടെ എത്തി. അന്ന് VV രാജേഷ് 2ാം സ്ഥാനത്തെത്തുന്ന കാഴ്ചയുണ്ട്. ഇത്തവണ R ശ്രീലേഖ BJPക്ക് വേണ്ടി ഇറങ്ങുന്നു. സിറ്റിംഗ് MLA VK പ്രശാന്ത് തന്നെ LDFിനായി മണ്ഡലം നിലനിർത്താൻ കളത്തിലിറങ്ങുന്നു. UDF അവരുടെ കരുത്തരായ കെ മുരളീധരനെ ഈ കളത്തിലിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. എന്താണെങ്കിലും തീപാറുന്ന പോരാട്ടമാണ് വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചത്. വട്ടിയൂർക്കാവ് ജംഗ്ഷനാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷനിലടക്കം ഈ രാഷ്ട്രീയ പോര് അതിൻ്റെ അങ്ങേ അറ്റത്തിലേക്ക് എത്തിച്ചേട്ടാ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? എങ്ങനെയുണ്ട്? ഏതുവരെ? തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ വിജയിക്കുക തന്നെ. പക്ഷേ ഇവിടെ നോക്കപ്പോഴേ ഭൂരിപക്ഷം കാണുന്നത് പ്രശാന്തിനാണ്. അതെന്തുകൊണ്ടാണ് പ്രശാന്ത് ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തന്നെ വികസനം തന്നെ ഇവിടെ മുതൽ അങ്ങ് അറ്റം വരെ വെട്ടി തുറന്ന് തന്നെ നല്ല രീതിയിൽ ഇടിച്ച് ഇലക്ഷൻ ആയതുകൊണ്ട് ഇപ്പം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. പതിറ്റാണ്ടുകളായുള്ള വട്ടിയൂർക്കാവിൻ്റെ സ്വപ്നമാണ് ഈ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം അല്ലേ? അതെ. പിന്നെ അതുകൊണ്ട് സ്ഥാനാർത്ഥികൾ അങ്ങേറ്റം കരുത്തരാണ്. അത് മുരളീധരനാവട്ടെ ശ്രീലേഖ. മുരളീധരൻ 7 വർഷം കൊണ്ട് 7-8 വർഷം കൊണ്ട് ഇവിടെ MLA ആയിരുന്നല്ലേ, ഒരു ചുക്കും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം പ്രശാന്ത് വന്നാണ് ഇത് 6 വർഷം കൊണ്ടാണ് ഇത് ഇത്രയും റെഡിയാക്കിയത്. 6.5 വർഷം കൊണ്ട് പ്രശാന്തിനെ തുടരുമെന്നാണ് ചേട്ടൻ. തുടർന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ പിന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇവിടെ പച്ചക്കറി വെക്കുന്ന അമ്മ അമ്മ എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ഏതൊരായി? ആളുകളെ കാണുകയല്ലേ ഈ പ്രചാരണം? ജയിക്കും ഇവിടെ? അതെനിക്ക് പറയാൻ പറ്റൂല. ടൈറ്റ് മത്സരമാണ്. മൂന്നുപേരും തമ്മിൽ ഭാഗ്യമുള്ള അവര് ജയിക്കും. അല്ല, 3 പേരും കട്ടക്ക് മത്സരമാണ്. വോട്ട് പിടിക്കാനൊക്കെ ഇവരെല്ലാവരും വീടുകളിൽ വന്നോ? വീടുകളിൽ ഞാൻ പോകുമ്പോ രാത്രിയാവും മക്കളെ. ആരെങ്കിലും ഈ ജംഗ്ഷനിൽ എങ്ങനെയുണ്ട് അതിന്റെ ഒരു പ്രചാരണത്തിന്റെ ചൂട്? മക്കളെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോ ഞാൻ അതൊന്നും തിരക്കൂല മക്കളെ. എന്നാലും വോട്ട് ചെയ്യാൻ പോവില്ലേ? വോട്ട് ചെയ്യാൻ പോകും. ആർക്ക് ചെയ്യുന്നു പറയാൻ പറ്റൂല. ആർക്കാന്ന് പറയാൻ പറ്റില്ല. അതെ 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 അതെ, അമ്മയുടെ ഇഷ്ടം. അതെ, അപ്പൊ ത്രികോണ പോരാണ്. ഓക്കെ, അതാണ് ജനങ്ങൾ പറയുന്നത്. നമുക്ക് ഇതൊരു ജംഗ്ഷനാണ്. സ്വാഭാവികമായി ആളുകളൊക്കെ ഒരുപാട് കൂടുന്ന ഒരു പ്രദേശമാണ്. ചായക്കടയും മറ്റുമൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ചില ആളുകളോടുകൂടി ചോദിക്കാമെന്ന് കരുതുന്നു. ഈ മണ്ഡലത്തിലാണ് ചേട്ടാ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചൂട്? എങ്ങനെയുണ്ട്? നമ്മൾ ഇവിടുത്തെ ആൾക്കാരായിട്ടാണ് വരിക. ഇവിടെ ഇപ്പൊ തമിഴ്നാട്ടിലെ ഇലക്ഷനാണ് എനിക്ക് തോന്നുന്നു. വിജയ് മാറ്റം ഉണ്ടാക്കും? വിജയ് ചാൻസ് ഇല്ല. ആര് തുടരും? DMK തുടരുന്നതാണ്. അതിനിടയിൽ തമിഴ്നാട് കൂടെ നമ്മളൊന്ന് കടന്നിട്ടുണ്ട്. അവിടെ വിജയ് ചാൻസ് ഉണ്ടാക്കില്ല. DMK തുടരുമെന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള 2 പേര് നമ്മളോട് പ്രതികരിച്ചത്. ഒരു ചായക്കടയാണ്. ചായക്കടയിൽ അത്യാവശ്യം ആളുകളുണ്ട്. നമുക്കൊന്ന് ഒരു ചെറിയൊരു പ്രതികരണം അവരോട് ചോദിച്ചു നോക്കാം. ചായക്കടയിലെ ചേട്ടൻ ഒക്കെ വലിയ തിരക്കിലാണ്. ചേട്ടാ, തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഒരു ത്രികോണ പോരാട്ടമാണോ? അതറിയില്ല. ചെറിയ നാണക്ക ചേട്ടാ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഉശിര? എങ്ങനെയുണ്ട് വട്ടിയൂർക്കാവ്? നമുക്കൊന്നും പറയാം. 3 പേരും കട്ടയ്ക്ക് നിൽക്കാനാ. ആരാണെന്ന് പറയാൻ പറ്റൂല. അത് തുടരുമോ എന്നറിയില്ല. അദ്ദേഹം കുറെ വികസനം ഇവിടെ കൊണ്ടുവന്നാണ് അവകാശപ്പെടുന്നത്. വികസനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.
ബാക്കിയൊന്നും പറയാനില്ല. കരുത്തരായ സ്ഥാനാർത്ഥികളാണ് മറ്റേത് അല്ലേ? അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? UDF ജയിക്കും. ജയിക്കും. മുരളീധരൻ പിടിച്ചെടുക്കും. സംശയമില്ല. എന്താണ് വി കെ പ്രശാന്തിന് വികസനമൊന്നും ഗുണമാവില്ല? പുള്ളി അതിന് മുന്നേ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ചെയ്ത വികസനം മാത്രം മതിയല്ലോ. ഇത് നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം കൊടി പിടിച്ചാലേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. PSC ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് പോലും തൊഴിൽ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ എങ്ങനെ ഇവരെ വിജയിപ്പിച്ച് കയറ്റും? ഭരണവിരുദ്ധ വികാരമുണ്ട്. അത്രേ ഉള്ളൂ. തീർച്ചയായും വട്ടിയൂർക്കാവിൽ അത് അലയടിക്കും ആഞ്ഞടിക്കും എന്നാണ് പറയുന്നത് അല്ലേ? ചേട്ടാ ആര് ജയിക്കും ഇവിടെ? നമ്മുടെ UDF ആണ്. UDF ആണ്. UDF വലിയ മുന്നേറ്റം ഉണ്ടാകും. എസ് കെ അതാണ്. അതായത് മണ്ഡലത്തിൽ ആളുകൾ അങ്ങേ പറയുന്നത് ഒരു ത്രികോണ പോരാട്ടത്തിന്റെ ചൂട് എല്ലായിടത്തും ഉണ്ടെന്ന് അവർ പറയുന്നു. വി കെ പ്രശാന്ത് വിജയിക്കുമെന്നൊരു വിഭാഗം പറയുന്നു. കെ മുരളീധരൻ മണ്ഡലം പിടിച്ചടക്കുമെന്ന് പറയുന്നു. ഒപ്പം ആർ ശ്രീലേഖ വലിയ മുന്നേറ്റം ഉണ്ടാക്കും. അവർ BJP ഇവിടെ അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നവരും വട്ടിയൂർക്കാവിലുണ്ട്. എന്താണെങ്കിലും പോരാട്ടം കരക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. വോട്ട് ഉറപ്പിക്കുന്നുള്ള അവസാന ശ്രമത്തിലാണ് മുന്നണികളും അവരുടെ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും എല്ലാം. എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.